ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ആധാർ നിർബന്ധമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം പുകയുന്നു. മാള ഉപജില്ലയിലെ ഒരു LP സ്കൂളിൽ ആധാർ ഇല്ലാതെ 2 കുട്ടികൾ പ്രവേശനം നേടിയത് റദ്ദാകുമെന്ന ആശങ്കയിൽ അധ്യാപകരും രക്ഷിതാക്കളും. CPIയുടെ ശക്തികേന്ദ്രമായ പറവൂരിലെ വിഭാഗീയത പാർട്ടിക്ക് തലവേദനയാകുന്നു. ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തികളിൽ അസംതൃപ്തിയുള്ള വലിയൊരു വിഭാഗം പാർട്ടി വിടാനാണ് തീരുമാനം. വിവിധ ജില്ലകളിലായി 10 പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി കുടുങ്ങി. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും 2 വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മ ആണ് കുടുങ്ങിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ആധാർ നിർബന്ധമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം പുകയുന്നു. മാള ഉപജില്ലയിലെ ഒരു LP സ്കൂളിൽ ആധാർ ഇല്ലാതെ 2 കുട്ടികൾ പ്രവേശനം നേടിയത് ഇതോടെ റദ്ദാകുമെന്ന ആശങ്കയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും. വേണ്ടത്ര കുട്ടികളില്ലെങ്കിൽ അധ്യാപക തസ്തിക തന്നെ ഇല്ലാതായേക്കും. മാള ഉപജില്ലയിലെ ഒരു സ്വകാര്യ LP സ്കൂളിൽ പ്രവേശനം നേടിയ 2 കുട്ടികൾക്ക് ആധാർ കാർഡ് ലഭിച്ചിട്ടില്ല. ഇതുമൂലം സ്കൂൾ അധികൃതർ ആശങ്കയിലാണ്. അധ്യാപക നിയമനത്തിന് കുട്ടികളുടെ തലയെണ്ണൽ വേണ്ടിവരുമ്പോൾ കാർഡ് ലഭിക്കാത്ത കുട്ടികളെ പരിഗണിക്കാനാവില്ല. അതിനാൽ അധ്യാപക തസ്തിക തന്നെ റദ്ദു ചെയ്യപ്പെടാം. സ്കൂൾ മാനേജ്മെന്റ് വിഷയത്തിൽ പരാതിയുമായി വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചതായാണ് സൂചന. സമ്പൂർണ്ണ എന്ന വെബ്സൈറ്റിൽ ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തിയ കുട്ടികളെ മാത്രമേ വിദ്യാർത്ഥികളായി പരിഗണിക്കൂ എന്നാണ് സർക്കാർ നിലപാട്. ഇത് നടപ്പാക്കിയാൽ കുട്ടികളുടെ പഠിക്കാനുള്ള മൗലികാവകാശത്തിന്റെ ലംഘനമാകുമെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് K-സ്മാർട്ട് ഡാറ്റാബേസ് വഴി ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്. എങ്കിലും ഇത് പരിഗണിക്കാനാകില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. ഇതാണ് സ്കൂളുകളെയും രക്ഷിതാക്കളെയും വെട്ടിലാക്കിയിരിക്കുന്നത്. ആധാർ നിർബന്ധമാക്കരുത് എന്ന വിവിധ കോടതി വിധികൾ ഉണ്ടെങ്കിലും അതൊന്നും മുഖവിലക്കെടുക്കാൻ സർക്കാരോ വകുപ്പോ തയ്യാറാവുന്നില്ല. ഇതാണ് ആക്ഷേപത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. പ്രശ്നത്തിൽ പ്രതിഷേധം കനത്തതോടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ KSTA എന്ന അധ്യാപക സംഘടന UID ലഭ്യമാക്കാൻ മതിയായ സമയം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എങ്കിലും പിടിവാശി ഉപേക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകാത്തത് മൂലം കെട്ടിഘോഷിച്ച് പ്രവേശനോത്സവം നടത്തിയ പല സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ പഠനത്തിനുള്ള മൗലികാവകാശം നിഷേധിക്കപ്പെടുകയും അധ്യാപകരുടെ തസ്തിക മുൾമുനയിൽ ആവുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ ടൈം, മാള. CPIയുടെ ശക്തികേന്ദ്രമായ പറവൂരിലെ വിഭാഗീയത പാർട്ടിക്ക് തലവേദനയാകുന്നു. ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തികളിൽ അസംതൃപ്തിയുള്ള വലിയൊരു വിഭാഗം പാർട്ടി വിടാനാണ് തീരുമാനം. പാർട്ടി സ്ഥാപക നേതാക്കളായി അറിയപ്പെട്ടിരുന്നവരുടെ 3 കുടുംബങ്ങളിൽ നിന്നുള്ളവർ അംഗത്വം പുതുക്കാതെ പാർട്ടി വിട്ടുപോകുമെന്നാണ് സൂചന. CPI മുൻ ജില്ലാ സെക്രട്ടറി അന്തരിച്ച P. രാജുവിനെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തരാണ്. രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിലെ ചിലർക്കെതിരെ കുടുംബം കടുത്ത നിലപാടെടുത്തിരുന്നു. സംസ്കാര ചടങ്ങിൽ നിന്ന് വരെ അവരെ മാറ്റി നിർത്തിയിരുന്നു. ഇതിനു പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയതയാണെന്ന വിലയിരുത്തലിൽ ജില്ലാ നേതൃത്വം അന്വേഷണ കമ്മീഷനെ വെച്ച് അതിന് ഉത്തരവാദികളെന്ന് കണ്ടെത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജില്ലാ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വന്നേക്കുന്ന ഘട്ടത്തിൽ P. രാജുവിന്റെ കുടുംബം തന്നെ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു. അതിന്റെ തുടർച്ചയായി പറവൂരിലെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. വടക്കൻ പറവൂരിലെ 3 ലോക്കൽ സമ്മേളനങ്ങളിൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമാണ് ഉണ്ടായത്. പുത്തൻവേലിക്കര, ചേന്നമംഗലം, കോട്ടുവള്ളി ലോക്കൽ സമ്മേളനങ്ങളിൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം തന്നെയുണ്ടായി. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്ന് കണ്ടതോടെ ജില്ലാ നേതൃത്വം ഇടപെട്ട് സമ്മേളനങ്ങൾ നിർത്തിവെക്കേണ്ട സ്ഥിതി വരെയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വം 13 പേർക്കെതിരെ നടപടിയെടുത്തു. പുത്തൻവേലിക്കരയിലും ചേന്നമംഗലത്തും പിന്നീടുള്ളവരെ വച്ച് സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തു. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന കോട്ടുവള്ളിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ പോലും ആളില്ലാത്ത സ്ഥിതി വന്നു. ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് നടപടിക്ക് വിധേയരായവരും അവരെ പിന്തുണയ്ക്കുന്നവരുമായി വലിയൊരു വിഭാഗം പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവർ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടി സ്ഥാപക നേതാക്കളായി അറിയപ്പെട്ടിരുന്നവരുടെ 3 കുടുംബങ്ങളിൽ നിന്നുള്ളവർ വരെ അംഗത്വം പുതുക്കാതെ പാർട്ടി വിട്ടുപോകുമെന്നാണ് സൂചന. മീഡിയ ടൈം, പറവൂർ. വിവിധ ജില്ലകളിലായി 10 പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി കുടുങ്ങി. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും 2 വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മയാണ് അടുത്ത വിവാഹത്തിന് തൊട്ടു മുൻപ് കുടുങ്ങിയത്. 10 പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി 4 പേരുമായി വിവാഹവും നിശ്ചയിച്ചിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രതിശ്രുതവരനായ പഞ്ചായത്ത് അംഗവും ബന്ധുവും ചേർന്നാണ് തട്ടിപ്പ് വെളിച്ചത്ത് കൊണ്ടുവന്നത്.
വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 45 ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയതെന്നും അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നും പോലീസ് പറഞ്ഞു. അമ്മയ്ക്ക് തന്നോട് ഭയങ്കര പോരാണെന്നും തന്നെ ദത്തെടുത്ത് വളർത്തിയതാണെന്നും വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിൽ താല്പര്യമില്ലെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. രേഷ്മയുടെ കഥ കേട്ട് മനസ്സലിഞ്ഞ യുവാവ് 6 മാസം വരെ കാത്തിരിക്കേണ്ടെന്നും ഉടൻ തന്നെ വിവാഹം നടത്താമെന്നും പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് രേഷ്മ വ്യാഴാഴ്ച തിരുവനന്തപുരം വെമ്പായത്തുള്ള യുവാവിന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി. ഇവിടെ വെച്ച് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ പ്രതിശ്രുത വരൻ ബന്ധുവിനോട് വിവരം പറഞ്ഞു. വിവാഹത്തിനായി ഒരുങ്ങുന്നതിനായി രേഷ്മ ബ്യൂട്ടി പാർലറിലേക്ക് കയറിയതും ബന്ധുവും യുവാവും ചേർന്ന് ബാഗ് പരിശോധിച്ചു. ഇതോടെയാണ് മുൻപ് വിവാഹിതയായതിന്റെ രേഖകൾ കണ്ടെടുത്തത്. ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ മുണ്ടൂരിൽ ബസ്സിന് പിന്നിൽ ബസ്സിടിച്ചുണ്ടായ അപകടത്തിൽ 15 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 5ഓടെയാണ് അപകടം. അപകടത്തെ തുടർന്ന് മുണ്ടൂർ ഭാഗത്ത് ഗതാഗത തടസ്സം നേരിട്ടു. തൃശൂർ മുണ്ടൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 15 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കർണാടക RTC ബസ്സിന് പിന്നിൽ കേരള KSRTC ബസ് ഇടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പേരാമംഗലം ഹൈവേ പോലീസ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപകടത്തെ തുടർന്ന് മുണ്ടൂർ ഭാഗത്ത് ഗതാഗത തടസ്സം നേരിട്ടു. മീഡിയ ടൈം, തൃശൂർ. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ കൈമാറിയും നമസ്കാരത്തിൽ പങ്കെടുത്തും വിശ്വാസ സമൂഹം ബലിപ്പെരുന്നാളിനെ വരവേൽക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലുമാണ് പെരുന്നാൾ നമസ്കാരം. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും തക്ബീർ ധ്വനി ഉയർത്തി വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഇമാം ഡോക്ടർ സലീം നദ്വി നേതൃത്വം നൽകി. അബ്ദുൾ അസീസ് നിസാമി സന്ദേശം നൽകി. മാള ജുമാ മസ്ജിദിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഇമാം സുബൈർ മന്നാനി തിരുനാൾ ദിന സന്ദേശം നൽകിക്കൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. إن إبراهيم عليه الصلاة والسلام وإسماعيل عليه الصلاة والسلام وهاجر رضي الله تعالى عنه يذكر في هذا اليوم وفي هذا الشهر كثيرا وقد وصفه الله سبحانه وتعالى عن إبراهيم عليه الصلاة والسلام في القرآن. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ആളൂർ പൊരുന്തംകുന്നിൽ നിർമ്മാണം നടത്തുന്ന ഓക്സിജൻ പാർക്ക് മുള നട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. OA ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ നൈസൻ, ബിന്ദു ഷാജു, ജുമൈല ഷഹീർ, ജോസ് മാഞ്ഞൂരാൻ, പഞ്ചായത്ത് അംഗം ദിബിൻ പാപ്പച്ചൻ, ഓക്സിജൻ പാർക്ക് പ്രൊപ്പറേറ്റർ പീണിക്ക അരവിന്ദൻ, ഹേമന്ത് അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോനോ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലിഹായുടെ ദുക്രാന തിരുനാളിന് ഒരുക്കമായി. തിരുനാൾ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. ഫൊറോനോ പള്ളി വികാരി ഫാദർ ജോസ് അരിക്കാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഷൈജൻ കൂനൻ തിരുനാളിനുള്ള സംഭാവനകൾ MLA ഇടവകാംഗങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങി. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോർജ് ഊക്കൻ, മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോർജ് നെല്ലിശ്ശേരി, രാജീവ് പനഞ്ചിക്കൽ എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ റിജോ എടത്തിരുത്തിക്കാരൻ, കൈക്കാരന്മാരായ സേവ്യർ പാറയ്ക്കൽ, വിജി കണിച്ചായി, ജോയ് ഇലഞ്ഞിക്കൽ മേനാശ്ശേരി, തിരുനാൾ കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ, ഇടവകാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു.
ചാലക്കുടി വെറ്റിലപ്പാറ പ്ലാന്റേഷനിൽ പുലി പശുക്കുട്ടിയെ കൊന്നു. പ്ലാന്റേഷൻ 7-ാം ബ്ലോക്കിൽ ചെക്ക് പോസ്റ്റിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കുറ്റിയിൽ ബിജുവിന്റെ 1.5 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. പറമ്പിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെയാണ് പിടികൂടിയത്. ശബ്ദം കേട്ട് വീട്ടുകാരെത്തിയപ്പോഴേക്കും പശുക്കുട്ടിയെ ഉപേക്ഷിച്ച് പുലി കടന്നുകളഞ്ഞു. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. പ്രതിഷ്ഠാദിന പൂജകൾ, ശ്രീഭൂതബലി, അന്നദാനം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി തെക്കേ താനിയിൽ മനനാരായണൻ നമ്പൂതിരി, കൂടപ്പുഴ ജയൻ നമ്പൂതിരി, രാപ്പാൽ ശങ്കരൻ നമ്പൂതിരി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് അറയിൽ, സെക്രട്ടറി ഷീല ദിനേശൻ, വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. CPI നേതാവ് MK ചാത്തപ്പന്റെ 31-ാം ചരമവാർഷിക ദിനത്തിൽ പ്രവർത്തകർ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ നിരവധി സമരങ്ങളിൽ മുന്നണി പോരാളിയായിരുന്ന ചാത്തപ്പൻ പലതവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. പുഷ്പാർച്ചനയ്ക്ക് CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി BR സുനിൽകുമാർ MLA, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PB ഗൈസ്, CK രാമനാഥൻ, സുമാ ശിവൻ, രതീഷ്, ഹണി പീതാംബരൻ, TR ജിതിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള പുലയർ മഹാസഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച MK ചാത്തപ്പന്റെ 31-ാം ചരമവാർഷിക ദിനം ആദരിച്ചു. KPMS സംസ്ഥാന ഖജാൻജി CA ശിവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KT ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച അനുസ്മരണ പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി ബാബു കാളക്കൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം EV സുരേഷ്, ശരവണൻ പാറശ്ശേരി, EK മോഹൻദാസ്, MV അജയ് ഘോഷ്, PC ബാബു, സിന്ധു ഉണ്ണികൃഷ്ണൻ, VM പുരുഷോത്തമൻ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 1-ാം ക്ലാസ് പ്രവേശനത്തിന് ആധാർ നിർബന്ധമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം പുകയുന്നു. മാള ഉപജില്ലയിലെ ഒരു LP സ്കൂളിൽ ആധാർ ഇല്ലാതെ 2 കുട്ടികൾ പ്രവേശനം നേടിയത് റദ്ദാകുമെന്ന ആശങ്കയിൽ അധ്യാപകരും രക്ഷിതാക്കളും. CPIയുടെ ശക്തി കേന്ദ്രമായ പറവൂരിലെ വിഭാഗീയത പാർട്ടിക്ക് തലവേദനയാകുന്നു. ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തികളിൽ അസംതൃപ്തിയുള്ള വലിയൊരു വിഭാഗം പാർട്ടി വിടാനാണ് തീരുമാനം. വിവിധ ജില്ലകളിലായി 10 പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി കുടുങ്ങി. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും 2 വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മ ആണ് കുടുങ്ങിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.